സത്യവ്രതൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് പിന്നീട് ത്രിശങ്കു എന്ന പേരിൽ അറിയപ്പെട്ടത്. തന്റെ ശരീരം നശിക്കാതെ തന്നെ സ്വർഗത്തിൽ പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. രാജാവ് ആദ്യം വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് ചെന്ന് ഈ ആഗ്രഹം അറിയിച്ചു. എന്നാൽ ശരീരം നശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് പ്രകൃതി നിയമത്തിനെതിരാണെന്ന് പറഞ്ഞ് വസിഷ്ഠൻ അത് നിഷേധിച്ചു. വസിഷ്ഠനോട് ശത്രുതയുണ്ടായിരുന്ന വിശ്വാമിത്ര മഹർഷി വസിഷ്ഠന്റെ വാക്ക് തെറ്റാണെന്ന് തെളിയിക്കാനായി ത്രിശങ്കുവിനെ സഹായിക്കാൻ തീരുമാനിച്ചു. വിശ്വാമിത്രൻ തന്റെ തപശക്തി ഉപയോഗിച്ച് ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് അയച്ചു. എന്നാൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ത്രിശങ്കുവിനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ തിരികെ ഭൂമിയിലേക്ക് തള്ളിയിട്ടു. ഈ അപമാനത്തിൽ കോപിതനായ വിശ്വാമിത്രൻ ത്രിശങ്കുവിനെ ഭൂമിയിലേക്ക് വീഴാൻ അനുവദിക്കാതെ ആകാശത്ത് ഇടയ്ക്ക് നിർത്തുകയും അവിടെ വെച്ച് വിശ്വാമിത്രൻ സ്വന്തമായി ഒരു പുതിയ സ്വർഗം തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്തു. പുതിയ ഇന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാർ ഭയപ്പെട്ട് വിശ്വാമിത്രനെ സമാധാനിപ്പിക്കുകയും ത്രിശങ്കുവിന് ആകാശത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു.